ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ ഭാഗവത രഹസ്യം ഷഷ്ടസ്കന്ധം വായിക്കുന്നു. പോഷണമെന്ന വിഷയമാണ് 6-ാമത്തെ സ്കന്ധത്തിൽ പ്രതിപാദിക്കാൻ പോകുന്നത്. പോഷണം എന്ന് പറഞ്ഞാൽ സംസാരത്തിൻ്റെ വളർച്ച എന്നർത്ഥം. ആയത് എങ്ങനെയെല്ലാമാണ് സംഭവിക്കുന്നതെന്നാണ് ഒരാൾക്ക് ഈ ഷഷ്ടസ്കന്ധത്തിൽ നിന്ന് മനസ്സിലാവേണ്ടത്. ഏതു തരത്തിലുള്ള ദുരിതത്തിനും ഈശ്വരാശ്രയം തക്ക പ്രായശ്ചിത്തമാണെന്ന് അജാമിള ചരിത്രം കൊണ്ട് ചൂണ്ടിക്കാണിച്ച ശേഷം ആദ്യം തന്നെ പ്രചേതസ്സുകളുടെ പുത്രനായ ദക്ഷൻ്റെ ചരിത്രം കൊണ്ടാണ് ആരംഭിക്കുന്നത്. അദ്ദേഹം അസിഗ്നി എന്നു പേരായ കന്യകയെ വിവാഹം കഴിച്ചു. അതിൽ കുറച്ചു കാലത്തേക്ക് സന്താനമൊന്നും ഉണ്ടായില്ല. അവസാനം തപസ്സിന് പോയി. കാട്ടിൽ പോയി കഠിനമായ തപസ്സുകൊണ്ട് മംഗളമൂർത്തിയായ ശ്രീ നാരായണനെ ആരാധിച്ചു വന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഭഗവത് സാക്ഷാത്കാരവും ഉണ്ടായി. അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട പ്രജാപതിത്വവും സങ്കല്പമാത്രം കൊണ്ട് പുത്രന്മാരെ ജനിപ്പിക്കാനുള്ള കഴിവും ഭഗവാൻ അനുഗ്രഹിച്ചു കൊടുത്തു. എന്നാൽ തുടർച്ചയായി 2 പ്രാവശ്യം മാത്രമാണ് ആ കഴിവ് ഉപയോഗിക്കാൻ അനുവദിച്ചത്. മാത്രമല്ല മേലിൽ ഈ കഴിവ് മനുഷ്യന്മാരിൽ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്നുകൂടി കൽപ്പിച്ചു. അതിനാൽ ദക്ഷ പ്രജാപതിക്ക് ശേഷം സങ്കല്പം കൊണ്ട് പുത്രസൃഷ്ടി ആർക്കും സാധ്യമല്ലാതായി. ദക്ഷ പ്രജാപതി ഭഗവത് അനുഗ്രഹമൊക്കെ സമ്പാദിച്ച് ഗൃഹത്തിൽ മടങ്ങിവന്ന് സങ്കല്പ ശക്തി കൊണ്ട് പുത്രസൃഷ്ടിയിൽ വ്യാപൃതനായി. ഓജസ്വികളും യൗവനയുക്തന്മാരുമായ 10,000 പുത്രന്മാർ 1-ാമത്തെ സങ്കല്പം കൊണ്ട് അദ്ദേഹത്തിന് ഉണ്ടായി. ഹര്യശ്വന്മാരെന്ന് നാമാങ്കിതരായ അവരെ പിതാവ് തപസ്സുകൊണ്ട് വീര്യം സമ്പാദിച്ചു വരാൻ പറഞ്ഞയച്ചു. അഘമർഷണമെന്ന് പ്രസിദ്ധമായ തീർത്ഥക്കരയിലാണവർ തപസ്സിന് പോയത്. തപസ്സുകൊണ്ട് വീര്യം സമ്പാദിച്ച് മടങ്ങി വന്നാൽ അവരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാം. അപ്പോൾ വംശവൃദ്ധിയും പ്രജാസമൃദ്ധിയും സാധിക്കുമെന്നായിരുന്നു ദക്ഷ പ്രജാപതിയുടെ ഉദ്ദേശം. ശ്രീ നാരദ മഹർഷി സൂത്രത്തിൽ ദക്ഷൻ്റെ ആശയങ്ങളൊക്കെ മനസ്സിലാക്കി. ഒന്നും അറിയാത്ത ഭാവം അഭിനയിച്ചുകൊണ്ട് തീർത്ഥക്കരയിൽ തപസ്വികളായ രാജകുമാരന്മാരുടെ അടുക്കെ പോയി വർത്തമാനങ്ങളൊക്കെ അന്വേഷിച്ചു. പ്രപഞ്ചം ദുഃഖഭൂയിഷ്ടമാണെന്ന് ബോധ്യപ്പെട്ടിരിക്കെ അവരവർ തന്നെ ഈ കുടുക്കിൽപ്പെടേണ്ടി വന്നതിൽ പശ്ചാത്തപിച്ച് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാതെ മറ്റു ചിലരെ കൂടി ഈ ദുഃഖഗർത്തത്തിലേക്ക് ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കലല്ലേ പുത്രാഗ്രഹവും മറ്റുമൊക്കെ എന്നിങ്ങനെ യുക്തിപൂർവം ഗാർഹസ്ഥ്യത്തിൻ്റെയും കർമ്മനിഷ്ഠയുടെയും ദോഷത്തെ ചൂണ്ടിക്കാട്ടി അവരെ സന്യാസധർമ്മത്തിലേക്ക് ആകർഷിച്ചു. കുമാരന്മാരാകട്ടെ ശ്രീ നാരദ മഹർഷിയുടെ യുക്തിയുക്തങ്ങളും ചമൽക്കാര രസികങ്ങളുമായ സംഭാഷണങ്ങളാൽ ആകർഷിക്കപ്പെട്ട് അപ്പോൾ തന്നെ സന്യസിച്ച് ബ്രഹ്മനിഷ്ഠയെ വരിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ദക്ഷ പ്രജാപതി തൻ്റെ മക്കളുടെ ധീരവ്രതം ജനങ്ങളിൽ നിന്ന് കേട്ടറിഞ്ഞ് വളരെ വ്യസനിച്ചു. ഒരു ഗൃഹസ്ഥന് എത്ര ജ്ഞാനമുണ്ടായാലും തൻ്റെ പുത്രൻ സന്യസിച്ചു എന്ന് കേൾക്കുന്നത് ഇഷ്ടമല്ല. മക്കളൊക്കെ തന്നെ പോലെ സംസാരികളാവണമെന്ന് ആണ് അദ്ദേഹത്തിൻ്റെ ആശയം. ഇതാണ് ലോക സ്വഭാവം. അതുകൊണ്ട് തന്നെയാണ് ദക്ഷനും വ്യസനിച്ചത്. നാരദ മഹർഷിയെ മനസ്സാ വെറുത്തു. എങ്കിലും ഒരു പ്രാവശ്യം കൂടി സങ്കല്പശക്തി ഉപയോഗിക്കാൻ അനുവാദമുണ്ടല്ലോ എന്നോർത്ത് സമാധാനിച്ചു. അത് ഉപയോഗിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി 1000 മക്കളുണ്ടായി. ശബളാശ്വന്മാർ എന്ന് പ്രസിദ്ധരായ അവരെയും പൂർവജന്മാരെ പോലെ തപസ്സിനയച്ചു. അവരും പ്രസ്തുത അഘമർഷണ തീർത്ഥത്തിൻ്റെ കരയിലേക്ക് തന്നെയാണ് പോയത്. അപ്പോഴും ശ്രീ നാരദ മഹർഷി അന്വേഷിച്ചറിഞ്ഞു. ആദ്യത്തെ മാതിരി തന്നെ അവരെയും യുക്തിപൂർവം വാക്കുകൾ കൊണ്ടാകർഷിച്ച് സന്യസിപ്പിച്ചു പരിവ്രാജകന്മാരാക്കി വിട്ടു.
ഈ വർത്തമാനവും ദക്ഷ പ്രജാപതി അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ നാരദ മഹർഷിയെ ശപിക്കുക തന്നെ ചെയ്തു. എവിടെയും അധിക സമയം നിൽക്കാൻ ഇടവരാതിരിക്കട്ടെ എന്ന ശാപം നാരദ മഹർഷി അനുഗ്രഹമെന്ന പോലെ ശിരസാ വരിച്ചു. എങ്കിലും ദക്ഷ പ്രജാപതി വിഷമിച്ചു. അദ്ദേഹത്തിൻ്റെ ആശയം നിറവേറിയില്ല. സങ്കല്പശക്തി കൊണ്ടുള്ള ഇന്ദ്രജാലം അവസാനിക്കുകയും ചെയ്തു. ഇനി എന്ത് വേണമെന്നറിയാതെ ബ്രഹ്മദേവനെ സമീപിച്ച് വിവരമൊക്കെ ധരിപ്പിച്ചു. അസിഗ്നിയാകുന്ന പത്നിയിൽ അദ്ദേഹത്തിന് സന്തതി ഉണ്ടാവാൻ ബ്രഹ്മദേവൻ അനുഗ്രഹിച്ചു. അതിൻ്റെ ഫലമായി കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് മഹാരാജ്ഞിയിൽ കുറച്ച് മക്കളൊക്കെ ഉണ്ടായി. പക്ഷേ അത് മുഴുവൻ പെൺകുട്ടികളായിരുന്നു. 60 പെൺകുട്ടികളുണ്ടായി. എന്നാലും പ്രജാപതി നിരാശനായില്ല. ഒരു പ്രകാരത്തിൽ അത് അനുഗ്രഹമാണെന്ന് പോലും അദ്ദേഹം കരുതി. കാരണം അവരെ ആരും സന്യസിപ്പിക്കുകയൊന്നും ചെയ്യില്ലല്ലോ. ഏതായാലും പ്രായം വന്നപ്പോൾ അവരെയൊക്കെ വിവാഹം കഴിച്ചു കൊടുത്തു. നാനാ യോനികളിലേക്ക് വിവാഹം കഴിച്ചു കൊടുത്ത അവരിലൂടെയാണ് പിന്നീട് ഈ ത്രൈലോക്യത്തുള്ള എല്ലാ ജീവി വർഗങ്ങളിലും പ്രജാസമൃദ്ധി ഉണ്ടായത്. ദേവന്മാരിലും അസുരന്മാരിലും മനുഷ്യരിലും മൃഗങ്ങളിലും പക്ഷികളിലും ഇഴജന്തുക്കളിലും ജലജന്തുക്കളിലും വൃക്ഷങ്ങളിലും എന്നു വേണ്ട എല്ലാ ജന്തുവർഗങ്ങളിലും പ്രജകൾ സമൃദ്ധിയായി. ഈ ദക്ഷ പ്രജാപതിയെ നോക്കിയാൽ മതി സംസാരം എങ്ങനെയാണ് വളരുന്നതെന്ന് ബോധ്യമാവും. ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾ മനസ്സിൽ വളർന്ന് തടിച്ചു കൊഴുത്ത് അവയെ സാധിപ്പിക്കാൻ വേണ്ടി ആയുസ് ചിലവഴിക്കലും അതുവഴിക്ക് രാഗദ്വേഷങ്ങളെയും മതമത്സരങ്ങളെയും വളർത്തലും തന്നെ സംസാരത്തിൻ്റെ വളർച്ചയ്ക്ക് ഏക കാരണം. ഈ വസ്തുത ഈ 6-ാമത്തെ സ്കന്ധത്തിലെ ഓരോ കഥകളിൽ കൂടിയും നമുക്ക് ബോധിക്കാൻ കഴിയും. ദക്ഷ പ്രജാപതിയുടെ ചരിത്രത്തിന് ശേഷം വിശ്വരൂപൻ്റെ കഥയാണ് പറയുന്നത്. അതും അതിനുശേഷമുള്ള ഓരോ കഥയും മുൻ പറയപ്പെട്ട തത്വത്തിന് ഉദാഹരണങ്ങളാണ്. ദേവന്മാർ ഒരിക്കൽ പ്രബലന്മാരായ അസുരന്മാരെയൊക്കെ ജയിച്ച് ശക്തി കൊണ്ടും ഐശ്വര്യം കൊണ്ടും അഹങ്കരിക്കാൻ തുടങ്ങി. തങ്ങളുടെ കയ്യൂക്കിനെ ആർക്കും ജയിക്കാൻ കഴിയില്ലെന്ന് പോലും അവർക്ക് തോന്നി. അങ്ങനെ അഹങ്കാരത്തെയും ദുരഭിമാനത്തെയും വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ദേവാചാര്യനായ ബൃഹസ്പതി ദേവസഭയിലേക്ക് കയറി ചെന്നു. അദ്ദേഹത്തെ മാനിക്കാൻ പോലും അവർ മറന്നു. അഹങ്കാരം വളർന്ന് വിവേകദൃഷ്ടി അടഞ്ഞ് അന്ധന്മാരായാൽ കൃതകൃത്യ വിവേചനമില്ലാതായി തീരും. അപ്പോൾ അകൃത്യങ്ങൾ ധാരാളം ചെയ്യാനും ഇടയായി തീരും. ഇതാണ് ദേവന്മാർക്ക് പറ്റിയത്. ദേവാചാര്യനാകട്ടെ അവരുടെ അഹങ്കാരം ഇത്രത്തോളം വർദ്ധിച്ചുവെന്നറിഞ്ഞപ്പോൾ എന്നാൽ അവരനുഭവിച്ച് തന്നെ പഠിക്കട്ടെ എന്ന് കരുതി പെട്ടെന്ന് സഭയിൽ നിന്ന് പുറത്തിറങ്ങി അന്തർധാനം ചെയ്തു. സംഗതി അറിഞ്ഞപ്പോൾ ദേവന്മാർ ആചാര്യനെ അന്വേഷിച്ചു നോക്കി. പക്ഷേ ഫലമുണ്ടായില്ല. എവിടെയൊക്കെ നോക്കിയിട്ടും ബൃഹസ്പതിയെ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ വിഷമിച്ചു. ആചാര്യൻ്റെ മന്ത്രശക്തിയും തപശക്തിയുമാണ് തങ്ങളുടെ വിജയത്തിന് കാരണമെന്ന് അപ്പോൾ അവർ ബോധിച്ചു. ആചാര്യൻ്റെ തിരോധാനത്തിൽ വളരെ പശ്ചാത്തപിക്കുകയും ചെയ്തു. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമുണ്ടായില്ല. അദ്ദേഹത്തെ കണ്ടുകിട്ടിയില്ല. ഈ വർത്തമാനം അസുരന്മാർ അറിഞ്ഞു. അവർ സന്തോഷിച്ചു. ഇത് തക്ക അവസരമാണെന്ന് കരുതി അസുരന്മാർ ദേവന്മാരോട് യുദ്ധത്തിന് പുറപ്പെട്ടു. അധികം താമസിയാതെ ദേവന്മാർ അസുരന്മാരാൽ തോൽപ്പിക്കപ്പെട്ടു. ഛിന്ന ഭിന്നമായി അങ്ങിങ്ങ് അലഞ്ഞു നടക്കാൻ തുടങ്ങി. ഗത്യന്തരമില്ലാതെ അവസാനം അവർ ബ്രഹ്മദേവന്റെ അടുക്കൽ ചെന്ന് വിവരം പറഞ്ഞു. ബ്രഹ്മദേവൻ അവരുടെ ദുരവസ്ഥയിൽ അനുശോചിച്ചു. ഒരു നിവൃത്തി മാർഗം ഉപദേശിച്ചു. ദേവന്മാരുടെ വർഗത്തിൽപ്പെട്ട ഒരാളായ ത്വഷ്ടാവെന്ന ദേവൻ്റെ പുത്രനായ വിശ്വരൂപൻ എന്നൊരാൾ വളരെ കാലമായി തപസ്വിയായിട്ടിരിക്കുന്നുണ്ട്. തപശക്തി കൊണ്ടും ആത്മജ്ഞാനം കൊണ്ടും അദ്ദേഹം വളരെ വലിയ മഹാത്മാവാണ്. അദ്ദേഹത്തെ നിങ്ങളുടെ ഗുരുവാക്കി വരിക്കുന്ന പക്ഷം ഈ അസ്വാസ്ഥ്യങ്ങൾക്കൊക്കെ നിവൃത്തി കിട്ടും. അതേ തൽക്കാലം നിവൃത്തിയുള്ളൂ. അതിനാൽ ഒട്ടും മടിക്കാതെ അദ്ദേഹത്തെ ആചാര്യനായി വരിച്ച് നമസ്കരിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് സ്വർഗത്തിൽ താമസിപ്പിക്കണം. എന്നിങ്ങനെയുള്ള ബ്രഹ്മദേവന്റെ ഉപദേശവും കേട്ട് ദേവന്മാർ മടങ്ങി. ഒട്ടും തൃപ്തിയില്ലെങ്കിലും വിശ്വരൂപനെ സമീപിച്ച് ആചാര്യനായി വരിച്ച് കൂട്ടിക്കൊണ്ടുവന്നു. അസുരന്മാരുടെ പരാക്രമം കൊണ്ടുള്ള പരാധീനാവസ്ഥയെല്ലാം അദ്ദേഹത്തെ ധരിപ്പിച്ചു. വിശ്വരൂപാചാര്യനാകട്ടെ നാരായണ കവചമെന്ന ഒരു മഹാമന്ത്രത്തെ ഇന്ദ്രന് ഉപദേശിച്ചു. ഇന്ദ്രൻ
പ്രസ്തുത മന്ത്രത്തെ പുരസ്ചരണം ചെയ്ത് സിദ്ധി വരുത്തി. അനന്തരം അസുരന്മാരോട് യുദ്ധം ചെയ്ത് നഷ്ടപ്പെട്ട ത്രൈലോകാധിപത്യം വീണ്ടെടുക്കുകയും ചെയ്തു. അങ്ങനെ ദേവന്മാരുടെ നില വീണ്ടും പണ്ടത്തെ പോലെ മെച്ചപ്പെടുകയും ചെയ്തു. അങ്ങനെയിരിക്കുമ്പോൾ വിശ്വരൂപാചാര്യൻ്റെ പൗരോഹിത്യത്തിൻ കീഴിൽ ഒരു യാഗം നടന്നു. പലരും കൂടിച്ചേർന്ന ആ മഹായാഗത്തിൽ അദ്ദേഹം പരസ്യമായി അസുരന്മാർക്ക് ഹവിർഭാഗം കൊടുത്തു. അസുരന്മാരുടെ ആജന്മ ശത്രുക്കളായ ദേവന്മാർക്ക് അത് പൊറുക്കാൻ കഴിഞ്ഞില്ല. നിറഞ്ഞ സഭയിൽ വെച്ച് തങ്ങളെ കേവലം അവമാനിച്ചതാണെന്ന് പോലും ഇന്ദ്രൻ ധരിച്ച് വശായി. അതിനാൽ ദേവന്മാരും ഇന്ദ്രനും ആകപ്പാടെ ക്ഷോഭിച്ച് വശായി. ജ്ഞാനികൾക്ക് ഭേദബുദ്ധിയില്ല. അവർക്ക് ദേവന്മാരെയും അസുരന്മാരെയും ഒരേ ഭാവത്തിൽ കൂടെയല്ലാതെ കാണാൻ വയ്യ. ദേവന്മാർ വന്നപേക്ഷിച്ചപ്പോൾ അവരെ സഹായിച്ചു. അതുകൊണ്ട് അസുരന്മാരോട് വിദ്വേഷമില്ല. അസുരന്മാർ അപേക്ഷിച്ചാൽ അവരെയും സഹായിക്കും. ഇതാണ് വിശ്വരൂപൻ്റെ നില. പക്ഷേ ഭേദബുദ്ധിയും രാഗദ്വേഷങ്ങളും നിറഞ്ഞ ഒരാൾക്കത് സഹിക്കാൻ വയ്യല്ലോ. അതിനാൽ ഇന്ദ്രൻ പെട്ടെന്ന് വികാരാവേശം കൊണ്ട് വൈഷമ്യങ്ങളുമൊന്നും ആലോചിക്കാതെ വിശ്വരൂപൻ്റെ കഴുത്ത് വെട്ടി. പരമജ്ഞാനിയും മഹാതപസ്യുമായ ആ മഹാത്മാവിനെ കൊന്നതോടെ ബ്രഹ്മഹത്യാപാപം സ്വരൂപത്തെ പ്രാപിച്ച് ഇന്ദ്രനെ സ്വയം വിഴുങ്ങത്തക്ക നിലയിൽ വന്നു. ഇന്ദ്രൻ വിഷമിച്ച് ഭയപ്പെട്ടു പാച്ചിലായി. ദേവന്മാരും ഋഷികളും കൂടി ഇന്ദ്രനെ സഹായിച്ചു. എല്ലാവരും കൂടി അവരുടെ യോഗശക്തി കൊണ്ട് ബ്രഹ്മഹത്യാപാപത്തെ ആവാഹിച്ചെടുത്ത് നാലാക്കി ഭാഗിച്ച് 4 ദിക്കിൽ നിക്ഷേപിച്ചു. ഒരംശം ഭൂമിയിൽ, ഒരംശം ജലത്തിൽ, ഒരംശം വൃക്ഷങ്ങളിൽ, 4-മത്തെ ഒരംശം മനുഷ്യ സ്ത്രീകളിൽ. ഇങ്ങനെ ഭൂമിയിൽ ബ്രഹ്മഹത്യാംശമാണ് ഊഷര പ്രദേശങ്ങൾ. ജലത്തിലെ ബ്രഹ്മഹത്യാംശമാണ് നുരകൾ. വൃക്ഷങ്ങളിലെ ബ്രഹ്മഹത്യാംശമാണ് ഇത്തിക്കണ്ണി. സ്ത്രീകളിലെ ബ്രഹ്മഹത്യാംശമാണ് ആർത്തവം എന്നും പറഞ്ഞു വരുന്നു. വിശ്വരൂപൻ്റെ അച്ഛനായ ത്വഷ്ടാവ് തൻ്റെ പുത്രൻ ദേവന്മാരുടെ ആചാരത്വം ഭരിച്ചു എന്നറിഞ്ഞപ്പോൾ തന്നെ അസ്വസ്ഥനായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഇന്ദ്രനെ വിശ്വാസമില്ല. എന്ത് ചതിപ്രയോഗവും ചെയ്യാൻ മടിയില്ലാത്ത ആളാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. അതിനാൽ തൻ്റെ പുത്രന് വല്ല അനിഷ്ടങ്ങളും സംഭവിച്ചാലോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭയം. അത് വിശ്വരൂപനോട് നേരിട്ട് തന്നെ പറയായികയുമില്ല. പക്ഷേ ഒന്നും ഭയപ്പെടാനില്ല എന്ന് പറഞ്ഞ് അച്ഛനെ സമാധാനിപ്പിച്ചതായിരുന്നു. അങ്ങനെയിരിക്കുമ്പോഴാണ് ഇന്ദ്രൻ വിശ്വരൂപനെ കൊന്നുവെന്ന വർത്തമാനം കേട്ടത്. ത്വഷ്ടാവ് വ്യസനം കൊണ്ടും ക്രോധം കൊണ്ടും പശ്ചാത്താപം കൊണ്ടും ആവിഷ്ടനായി. എന്തു വന്നാലും ഈ കൃതജ്ഞതയ്ക്ക് ഇന്ദ്രനോട് പകരം ചോദിക്കണമെന്ന പക അദ്ദേഹത്തിൽ ആളിക്കെത്തി. എന്ത് ചെയ്യണമെന്നറിയാതെ പലതും ആലോചിച്ചു. അവസാനം തന്നെത്താൻ ചില തീർപ്പുകളൊക്കെ ചെയ്തു. നേരെ അസുരന്മാരുടെ അടുക്കലേക്ക് പോയി. താൻ ദേവസംഘത്തിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞിരിക്കുന്നുവെന്നും ഇനി അസുര സംഘത്തിലാണ് തൻ്റെ കൂറെന്നും അതിനാൽ തന്നെ സഹായിക്കണമെന്നും അവരോട് അപേക്ഷിച്ചു. അസുരന്മാർക്ക് സന്തോഷമായി. അവർ ത്വഷ്ടാവിനെ ശുക്രമഹർഷിയുടെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വിവരം ഗ്രഹിപ്പിച്ചു. അസുര ചക്രവർത്തിയും ശുക്രാചാര്യനും അനുമോദിച്ചു. ദേവന്മാരോട് പ്രതികാരം ചെയ്യാൻ വേണ്ടുന്ന സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. തൽക്കാലം പ്രബലനായി തീർന്നിരിക്കുന്ന ഇന്ദ്രനെ ജയിക്കാൻ ഒരു പുതിയ ശക്തി ആവിഷ്കരിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് ശുക്രാചാര്യന് ബോധ്യമുണ്ട്. അതിനാൽ ഇന്ദ്രനെ ജയിക്കാവുന്ന ഒരസുരശക്തി ഉണ്ടാവത്തക്ക നിലയിൽ ത്വഷ്ടാവിനെ കൊണ്ട് ഒരു യാഗം ചെയ്യിച്ചു. ആ അഗ്നികുണ്ഡത്തിൽ നിന്നാണ് വൃതാസുരൻ്റെ ജനനം. ജനിച്ച ഉടനെ തന്നെ പ്രകടിപ്പിച്ച അദ്ദേഹത്തിൻ്റെ വീര്യവും പ്രഭാവവും അസുരന്മാരെ അതിശയിപ്പിക്കുകയും ത്വഷ്ടാവിനെ തുഷ്ടനാക്കുകയും ചെയ്തു. അതിനാൽ അസുര സൈന്യത്തിൻ്റെ നായകനായി പട്ടാഭിഷേകം ചെയ്യപ്പെട്ടു. വിശേഷിച്ച് കാരണമൊന്നുമില്ലെങ്കിൽ കൂടിയും അപ്പോൾ സന്ദർഭമെന്ന് കരുതി അസുര സൈന്യം ദേവന്മാരോട് യുദ്ധത്തിന് പുറപ്പെട്ടു. ഭയങ്കരമായ യുദ്ധം നടക്കുകയും ചെയ്തു. ദേവന്മാരുടെ വീര്യവും ആയുധബലവും സഹിക്കാൻ കഴിയാതെ അസുരസേന ചിന്നിച്ചിതറി പോർക്കളത്തിൽ നിന്നോടാൻ തുടങ്ങി. വൃതാസുരൻ അവരെയൊക്കെ കൂട്ടിയോജിപ്പിച്ച് വീണ്ടും യുദ്ധരംഗത്തിലേക്ക് നയിച്ചു. അനന്തരം ഇന്ദ്രനും വ്രതനും
തമ്മിൽ ഭയങ്കരമായ യുദ്ധം നടക്കത്തക്ക നിലയിൽ ഏറ്റുമുട്ടി. വൃതാസുരൻ്റെ ദർശനം കൊണ്ട് തന്നെ ഭയചകിതന്മാരായ ദേവന്മാരും ഇന്ദ്രനും യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങി സ്വർഗലോകം വിട്ട് ഓടിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷണ്ണന്മാരായ ദേവന്മാർ ശ്രീ വൈകുണ്ഠ ലോകത്തേക്ക് പുറപ്പെട്ടു. അവിടെ ചെന്ന് ദയനീയമാവണ്ണം ഭഗവാനെ വിളിച്ച് നിലവിളിച്ചു. വൈകുണ്ഠനാഥനായ വിഷ്ണുദേവൻ്റെ സാക്ഷാത്കാരവും സാധിച്ചു. ഭഗവാനെ സ്തുതിച്ച് നമസ്കരിച്ചു. വൃതാസുരൻ്റെ എല്ലാ വർത്തമാനങ്ങളെയും അറിയിച്ചു. ഭഗവാൻ തന്നെ ഏതെങ്കിലും സ്വരൂപത്തിൽ അവതരിച്ചുവെന്ന് അവരെ കൊന്നു തന്നാൽ മാത്രമേ ദേവന്മാർക്ക് രക്ഷയുള്ളൂ എന്ന് പോലും അവർ സൂചിപ്പിച്ചു. എല്ലാം കേട്ട ശേഷം ഭഗവാൻ അവരോട് അത്രയൊന്നും പരിഭ്രമിക്കാൻ ഇല്ലെന്നും നിങ്ങൾക്ക് തന്നെ വ്രതനെ കൊല്ലാൻ സാധിക്കുമെന്നും ആണ് അരുളി ചെയ്തത്. അതിനൊരു ഉപായവും പറഞ്ഞു കൊടുത്തു. ഭൂമിയിൽ ദദീചി എന്ന് പേരായൊരു തപസ്വിയുണ്ട്. വർദ്ധിച്ച തപശക്തി കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥൂല ശരീരം കൂടി വീര്യവത്തായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥൂല ശരീരം യാചിച്ചു വാങ്ങി വിശ്വകർമാവിനെ കൊണ്ട് പ്രസ്തുത ശരീരത്തിലെ മൂല്യങ്ങളായ എല്ലുകളെടുത്ത് ഒരായുധമുണ്ടാക്കി അതിൽ വൈഷ്ണവ ശക്തിയെ ആവാഹിച്ച് ചേർത്ത് ആ ആയുധം കൊണ്ട് യുദ്ധത്തിന് പോയാൽ വൃതാസുരനെ കൊല്ലാൻ സാധിക്കുമെന്ന് ഭഗവാൻ പറഞ്ഞുകൊടുത്ത ഉപായം. അതിനെ കേട്ട ദേവന്മാർ വൈകുണ്ഠത്തിൽ നിന്ന് മടങ്ങി ദദീചിയെ അന്വേഷിച്ച് ഭൂമിയിലേക്ക് പുറപ്പെട്ടു. ഭിക്ഷുവേഷത്തിൽ ആശ്രമത്തിൽ വന്നു കയറിയ ദേവന്മാരെ തിരിച്ചറിയാതെ ദദീചി മഹർഷി അവരുടെ ആവശ്യമെന്ത് എന്ന് അന്വേഷിച്ചു. ശരീരം ഭിക്ഷയായി തന്നാൽ കൊള്ളാമെന്നാണ് അവരുടെ ആവശ്യം. ഓരോരുത്തർക്കും ഏറ്റവും പ്രിയപ്പെട്ട വസ്തുവാണ് അവരവരുടെ ശരീരം. ശരീരത്തിനു വേണ്ടി മറ്റു പലതിനെയും സ്വീകരിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നതല്ലാതെ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് ഒരു കാര്യം സാധിക്കാൻ ആരും ഉദ്ദേശിക്കാറില്ല. ശരീരത്തെ നിലനിർത്തലാണ് ഓരോരുത്തരുടെയും പ്രയത്നത്തിൻ്റെയൊക്കെ മുഖ്യമായ ഉദ്ദേശം തന്നെ. അതിനാൽ ആരും ആരുടെയും ശരീരത്തെ ചോദിക്കലും കൊടുക്കലും പതിവില്ലെന്നുള്ളതാണ് ലോക സ്വഭാവം എന്ന് അദ്ദേഹം വ്യക്തമാക്കി. എങ്കിലും അങ്ങേപ്പോലുള്ള ത്യാഗികൾക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ലല്ലോ എന്നൊക്കെയായിരുന്നു ഇന്ദ്രൻ്റെ മറുപടി. ഏതായാലും അവസാനം ദദീചി മഹർഷി തൻ്റെ ശരീരത്തെ കൊടുക്കാൻ തന്നെ തീർച്ചപ്പെടുത്തി. ഇന്നല്ലെങ്കിൽ എന്നെങ്കിലും ഒരു ദിവസം മരിക്കുമെന്നത് തീർച്ചയാണ്. മരിച്ചു കഴിഞ്ഞാൽ ശരീരം കേവലം വിലയില്ലാത്ത വസ്തുവായി. അതാർക്കും ആവശ്യമില്ല. എങ്ങനെയെങ്കിലും വേഗം നശിപ്പിക്കലാണ് പതിവ്. അതിനാൽ ഇപ്പോൾ ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്ന പക്ഷം അത് ഒരു ഉപകാരമാണ്. ഇതായിരുന്നു ദദീചിയുടെ ചിന്താഗതി. അതിനാൽ അദ്ദേഹം നിർവികൽപ ഭാവത്തിൽ കൂടി ശരീരം വിട്ട് പരമപദത്തിലേക്ക് ഉയർന്നു. ശവമായി തീർന്ന മഹർഷിയുടെ ശരീരവും എടുത്തുകൊണ്ട് ഇന്ദ്രാദി ദേവന്മാരും പുറപ്പെട്ടു. വിശ്വകർമാവാകുന്ന ദേവശില്പിയെ സമീപിച്ചു. ആ ശവശരീരത്തിലെ മുഖ്യ നാഡികളെ കൊണ്ട് നല്ലൊരു ആയുധമുണ്ടാക്കാൻ ഏൽപ്പിച്ചു. ദേവന്മാർ കാത്തിരിപ്പായി. അധികം താമസിയാതെ വിശ്വകർമാവ് ആയുധത്തിൻ്റെ പണി തീർത്തു കൊടുത്തു. അതിൽ വൈഷ്ണവ ചൈതന്യത്തെയും ആവാഹിച്ചു ചേർത്ത് സുപ്രസിദ്ധമായ ആ വജ്രായുധം കയ്യിലെടുത്തു വീണ്ടും ദേവന്മാർ അസുരന്മാരോട് യുദ്ധത്തിന് പുറപ്പെട്ടു. ഏറ്റവും ഭയാനകമായ ആ മഹായുദ്ധം വളരെ ദിവസം നീണ്ടുനിന്നു. വ്രതനും ഇന്ദ്രനും തമ്മിൽ ഏറ്റുമുട്ടി. പക്ഷേ വൃതാസുരൻ അപ്പോഴേക്ക് ശമം പ്രാപിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് യുദ്ധം ചെയ്യാനോ ഇന്ദ്രനെ കൊല്ലാനോ സ്വർഗം പിടിച്ചടക്കി സുഖിക്കാനോ ഒന്നിനും ഇച്ഛയില്ലാതായി കഴിഞ്ഞിരുന്നു. അതിനാൽ പോർക്കളത്തിൽ ഇന്ദ്രൻ്റെ മുന്നിൽ വന്ന് നിന്ന് ഈശ്വരൻ്റെ അപ്രമേയമായ മഹിമയെ വാഴ്ത്താനാണ് തുടങ്ങിയത്. ശരീരത്തിൽ അല്പം പോലും പ്രിയമില്ലാതായി. ഇന്ദ്രൻ്റെ കൈകൾ കൊണ്ട് മരിക്കാൻ പോലും അദ്ദേഹം തയ്യാറായി. തന്നോടെതിർക്കാതെ ഈശ്വര പ്രേമം കൊണ്ട് ഉന്മത്തനായി ശരീരത്തെ പുല്ലുപോലെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള വ്രതൻ്റെ നിൽപ്പ് ഇന്ദ്രനെ ഭയപ്പെടുത്തി. കാരണം അദ്ദേഹത്തെ കൊല്ലാതിരിക്കാൻ വയ്യ. കൊന്നാൽ ബ്രഹ്മഹത്യാ പാപവും ഉണ്ടാകും.